അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല. വളരെ പ്രയാസമാണ്. അതെത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. മാത്രവുമല്ല, റോഡിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് എളുപ്പത്തിൽ തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എവിടെ പോകും, എന്തു ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഈ ഒരു 4 സെൻറ്റ് സ്ഥലം മാത്രമാണുള്ളത്. അവിടെ ഒരു തറ കെട്ടിയാൽ അവർക്ക് സുഖമായി അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കാം. അതിന് 3 ലോഡ് കല്ല് ആവശ്യമുണ്ട്. അതിൻ്റെ സിമൻറ്റും ആവശ്യമുണ്ട്. കഴിയുന്നവരൊക്കെ യാതൊരു മടിയും കൂടാതെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഈ വിശുദ്ധമായ ബലിപെരുന്നാൾ കഴിയുന്നതോടുകൂടി തറയുടെ പണി നടത്താൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക, അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാ എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് നാലകത്ത് ചെറിയ തോപ്പിൽ ഹൈദർ അലി. അദ്ദേഹം 2 ആഴ്ച മുമ്പ് മരണപ്പെട്ടു. ശേഷം മരണാനന്തര ചടങ്ങുകളും കബറടക്കവും കഴിഞ്ഞ് 2 ആഴ്ചക്ക് ശേഷം വീടിന്റെ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. മരിച്ച് കബറടക്കിയതിനു ശേഷം 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരികയും ഈ വാർത്ത കേൾക്കുമ്പോൾ ആരും ഒന്ന് അമ്പരന്ന് പോകും. ഹൈദർ അലിക്കാക്ക് എന്താണ് സംഭവിച്ചത്? നമ്മളുള്ളത് ഇപ്പോൾ ഫറൂഖിലാണ്, കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ്. ഇവിടെ സ്നേഹതീരം എന്ന് പറയുന്ന ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മുന്നിലുള്ളത്. ഇവിടെ നമ്മളെ കൂടെ ഉള്ളത് ഹൈദർ അലിക്കയാണ്. ഹൈദർ അലിക്കാനെ എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ അലിഖാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് കോഴിക്കോട് ഒരു ഇക്ക 2 ആഴ്ച മുമ്പ് മരണപ്പെടുകയും അതിനുശേഷം പിന്നീട് നോക്കുമ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അയാൾ തന്നെ തിരിച്ചു വരിക എന്ന് പറഞ്ഞൊരു ന്യൂസ്. പെങ്ങളെ വീടിൻ്റെ ഗേറ്റിൽ വന്നിട്ട് നിൽക്കുന്നു. മരണപ്പെട്ട് അവരെല്ലാവരും പങ്കെടുത്തു, മറവ് ചെയ്തു. എല്ലാ സംവിധാനങ്ങളും എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം 2 ആഴ്ച 15 ദിവസം കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു വ്യക്തിയാണ് നമ്മളെ കൂടെ ഉള്ളത്. ഹൈദർ അലിഖാനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇത് വാർത്തയായ ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് സ്നേഹതീരം എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലാണുള്ളത്. ഇവിടെ ആണിപ്പോൾ ഹൈദർ അലിക്ക ഉള്ളത്. ശരിക്കും ഹൈദർ അലിക്കാക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചതിന് ശേഷം നമുക്കിത് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ അധികൃതരുമായിട്ടൊക്കെ സംസാരിക്കാം അല്ലേ? അപ്പോൾ ഹൈദർ അലിക്ക സുഖമല്ലേ? ഓ, എന്താണിപ്പോൾ ഇത്? ഇങ്ങനെയൊക്കെ ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളെക്കുറിച്ച്. എന്നെ കുറിച്ച് എന്ത് ന്യൂസാണ്? നിങ്ങൾ ഒരു പ്രാവശ്യം മരിച്ചു കഴിഞ്ഞു പിന്നെ തിരിച്ചു വന്നു പറഞ്ഞു. അത് ഓരോന്നും
മരണപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ജനിച്ചെന്ന് പറഞ്ഞ് രണ്ടാമത് മരിച്ചില്ല എന്നും പറഞ്ഞ്. പിന്നെ ഞാൻ എന്ത് പറയാനാണ്? ഇത് സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈദരലിക്കാൻ ഹൈദരലിക്ക തെരുവിലായിരുന്നു നിൽക്കാറ്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒരാൾ മരിക്കുകയുണ്ടായെന്ന് പറഞ്ഞു. അതിന് മരണം നടന്നു ഒരാളുടെ. അപ്പോൾ അവിടെ പോയി നോക്കുമ്പം ഇക്കയുടെ പെങ്ങളെ മോനും പോയി അവരൊക്കെ പോയപ്പം ഇക്കാണെന്ന് അവർ കൺഫേം ചെയ്തു. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം മറവ് ചെയ്തു. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. പിന്നീടാണ് അറിഞ്ഞത് ഇക്ക അല്ല മരിച്ചത്, അത് വേറെ ആളാണ് മരിച്ചതെന്ന്. അതെ, ഇക്ക വീട്ടിലേക്ക് എത്തിയപ്പോൾ ശരിക്കും എവിടെ ആയിരുന്നു, എങ്ങോട്ടാ പോയിരുന്നത്? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിന്. അവിടുന്ന് പുറത്ത് പോയി ഇങ്ങനെ. പിന്നെ അങ്ങനെ വരത്തില്ല, ഇങ്ങനെ പോവും. ഞാനിങ്ങനെ തോന്നൂത്തൊക്കെ ഇങ്ങനെ പോവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുക അതിങ്ങനെ നോക്കും. പിന്നെ ഓരോ സ്ഥലങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കും. കോഴിക്കോട് തന്നെ ഉണ്ടായിന്? കോഴിക്കോട് തന്നെ. കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് ഞാൻ മുട്ടായി തെരുവിൽ രാധാ തിയേറ്ററിൻ്റെ അവിടെ ഉണ്ടാവും. അവിടെ തന്നെയാണോ കിടക്കൽ? ഞാൻ കിടക്കാനൊക്കെ ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. ഇന്ത്യൻ ബാങ്ക്. ആ, അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല. അപ്പോൾ ഞാൻ മാത്രം, ഞാനും വേറെ ചെക്കുണ്ട്, ഗഫൂർ എന്ന് പറയും. ഓനപ്പുറം വായിടും. ഞാൻ ഒരു ഇത്ര ഇട്ടിട്ട് ഞാൻ ഇപ്പുറം വായിടും. ഞാൻ അവിടെ സുഖമായിട്ടാണ്ട് കിടക്കും. കുറേ കാലമായിട്ട് അവിടെ തന്നെ? വളരെ കാലമായിട്ട്. കുറേ വർഷമായോ? എത്ര വർഷമായി അവിടെ? അവിടെ ഒരു 4-5 വർഷമായി. അപ്പോൾ ഈ ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെ, രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ കഴിക്കല്? ഹോട്ടലിന് കഴിക്കും. അതിന് പൈസ കിട്ടുമോ അതോ പൈസ കൊടുക്കണം, അവർ തരുമോ? ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുക്കുള്ളൂ. എന്ത് പണിയായിരുന്നു എടുത്തിരുന്നത്? ഞാൻ എൻ്റെ ഒരു ആലി, നീ ഒന്ന് പോയിട്ട് വരുന്നു, സാധനം വാങ്ങിക്കൊണ്ടിരണം. ഞാൻ പോയി വാങ്ങിക്കൊണ്ടേ കൊടുക്കുക. നീ കൊടുത്തു കഴിഞ്ഞാൽ നീ പോയിട്ട് എൻ്റെ ഭക്ഷണം കഴിക്കുക കേട്ടോ എന്ന് പറയും. 10-50, 10-25, 10-50 തരും. അത് കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കൂലേ, എന്നിട്ട് ഭക്ഷണം കഴിക്കും. അലിക്കാക്ക് ഭാര്യ ഉണ്ടോ? ഭാര്യയില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഒഴിവാക്കിയതാ. കുറെ മുമ്പ് പോയതാണോ? 2 എണ്ണത്തെ കഴിച്ച് ഒഴിവാക്കി. കുട്ടികളൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം ഹൈദരലിഖാനെ കുറിച്ചുള്ള ന്യൂസുകൾ. ഇങ്ങനെ ഇതുപോലെ മരണപ്പെട്ടു, തെരുവിൽ ഇങ്ങനെ നിന്ന് പോരായിരുന്നു. അങ്ങനെ പോകുന്നതിന് ശേഷമാണ് മരിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. അതെങ്ങനെയാണ് ഇക്ക വരുന്നത്? അറിഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ മരിച്ചു എന്നുള്ളത് നിങ്ങൾ തന്നെ അറിഞ്ഞത്? അത് ഒരാൾ ഓരോന്ന് പ്രൊപ്പഗൻഡ അടിക്കുകയാണ്. ചത്ത്, പിന്നെ ഓൻ മരിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിന് എവിടെയും പോയി കണ്ട് ഒരു ഭാഗത്ത് ചുണ്ടവിടെ കിടക്കും. ആരെയും ഒന്നൊന്നും സംസാരിക്കാൻ അവരെ പോകില്ല തന്നെ. നിങ്ങളോട് ചോദിച്ചോ മരിച്ചോന്ന് നിങ്ങൾ ആരെങ്കിലും? എന്നോട്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു? ഈ കുത്തായിട്ട് പോട്ടെ അടുത്ത വിട്ട് നോക്കാറില്ല. ഇക്കുത്തങ്ങോട്ട് പോട്ടെ അടുത്തത് നോക്കാന്നില്ലത് ഈ പ്രാവശ്യം ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അലിക്ക തമാശക്കാട്ടോ. അലിക്കനോട് എല്ലാവരും ചോദിക്കാണ്, നിങ്ങൾ മരിച്ച ആളല്ലേ, 2 ആഴ്ച മുമ്പ് നിങ്ങൾ മരിച്ചില്ല, നിങ്ങൾ മറവ് ചെയ്തില്ലേ ചോദിക്കാണ്. അപ്പൊ അലിക്ക മരിച്ചിട്ടില്ലല്ലോ, അപ്പൊ അലിക്ക ചോദിക്കാണ് ഇക്കുത്തർ പോട്ടെ അടുത്തത് നോക്കാം, മരിച്ചിട്ടില്ല. എത്ര വയസ്സായി ഇപ്പൊ അലിക്ക? എനിക്ക് 10-75 വയസ്സായി. 75 വയസ്സായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അലിക്കാന്റെ വിശേഷങ്ങൾ. ഇപ്പൊ എന്തായാലും സ്നേഹതീരം ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല കാലാവസ്ഥ, കുഴപ്പമൊന്നുമില്ല. അവിടെ എങ്ങനെ ഇരിക്കും. പിന്നെ എന്തായാലും നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമുക്ക് ഇവിടുത്തെ അധികൃതരായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. കാരണം സ്നേഹതീരം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ അലിക്കാനെ മാത്രം ഷൂട്ട് ചെയ്യാം, ഹൈദരലിക്കാനെ മാത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാൻ കേട്ടോ. അത് മാത്രമല്ല ഇവരെ ഇവിടെ എത്തിച്ചത്, അതായത് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ഇവർ പറഞ്ഞു തരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഹൈദരലിക്കാൻ്റെ ഇവിടെ ഇപ്പോൾ സ്നേഹതീരം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിലെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പ്രേമേട്ടനെ കുറിച്ച് തന്നെ ആരാണെന്നും അല്ലെങ്കിൽ എന്താണ് ഒരു സോഷ്യൽ വർക്ക് എന്ന് തന്നെ പറയാം. അതായത് കോഴിക്കോട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ PLV പാരാലീഗൽ വണ്ടി എന്ന് പറയും. അപ്പം അത് സ്നേഹതീരമായിട്ട് സ്നേഹതീരത്തിൻ്റെ ട്രസ്റ്റ് അംഗമാണ്. അങ്ങനെ അപ്പം നമുക്ക് ചോദിക്കാനുള്ളത് ഹൈദരലിക്കാൻ്റെ ഒരു വിഷയമാണ്. ശരിക്കും ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളായിട്ട് എവിടെ നിന്ന് കിട്ടി? അതായത് ഒരു സാമൂഹിക പ്രവർത്തകൻ വിളിക്കുകയാണ് മാത്തോട്ടത്ത് നിന്ന്, കരേ അസീസ് എന്ന് പറഞ്ഞാൽ.
നമ്മളെ ഒരാരും ഇല്ലാത്ത പിന്നെ പെങ്ങൾ മാത്രമേ ഉള്ളൂ, പെങ്ങൾക്ക് സുഖമില്ല, അതുകൊണ്ട് അവരെ എവിടെയെങ്കിലും ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞാൽ എന്തായാലും നമുക്ക് പിന്നെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ തന്നെ സിദ്ദിഖ് ഭായിയായിട്ട് ബന്ധപ്പെട്ട് അപ്പം നമുക്ക് പോയി നോക്കാമായിരുന്നു. അപ്പം അവർക്ക് വരാൻ സമയം കിട്ടാൻ ഞാനും പോയി നോക്കി. ഞാനും പിന്നെ നമ്മളെ കൂട്ടത്തിൽ സലീം എന്ന DLSF PLV കൂടെ ഉണ്ടായിരുന്നു, അസീസും കൂടെ പോയി നോക്കി നമുക്ക് അവിടുത്തെ കൊണ്ടുപോകുന്നത്. കാരണം അവരെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യുന്നവർ ആവണമല്ലോ, നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ലല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോയി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പറയാം. അപ്പോഴാണ് ഇവർ ഈ ഒരു കഥ പറയുന്നത്. ഇദ്ദേഹം പിന്നെ മെയ് 12 മരണപ്പെട്ടു വന്നു. 13 പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പിന്നെ അവർ ബോഡി ഏറ്റെടുത്തു. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അത് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ബോഡി ഏറ്റെടുക്കുക? അല്ല, അവിടെ അടയാളം പോലീസ് വന്ന് ടൗൺ പോലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളെ അടയാളങ്ങളൊക്കെ നോക്കിയപ്പോൾ എല്ലാം ഒത്തു തന്നെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തു, കൊണ്ടുവന്ന് മറവ് ചെയ്തു, എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 8 എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇയാൾ ഗേറ്റിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ മരിച്ച ആള് പെങ്ങളെ വീട്ടിൽ പെങ്ങൾക്ക് സുഖമില്ല, പെങ്ങൾക്ക് പിന്നെ കിടപ്പിലാണ്, പെങ്ങളെ മകനാണ് അവിടെ ഉള്ളത്, മകനുണ്ട് പെങ്ങളുണ്ട്. അപ്പോഴാണ് ഇവർ ആകെ ഒരു പ്രാളപ്പെട്ട് നിന്ന കഥകൾ അപ്പോഴാണ് അവർ പറയുന്നത്. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞാൽ നല്ല നമ്മൾ പിന്നെ സാറായിട്ട് ജഡ്ജായിട്ട് സംസാരിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാറ്. അപ്പോൾ തന്നെ പിന്നെ സബ് ജഡ്ജ് DLSA സബ് ജഡ്ജ് സൈജൽ സാറായിട്ട് ഉപദേശം തേടി. അദ്ദേഹം പറഞ്ഞു ഇവരെ കൊണ്ടുപോകുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഒരു ഭാഗവാക്കല്ലല്ലോ, നേരെ മറിച്ച് മറ്റേത് നമുക്ക് അന്വേഷിച്ചിട്ട് പിന്നെ എന്താണെന്നുള്ളത് ഒന്ന് അന്വേഷിക്കുക എന്നാണ്. അങ്ങനെയാണ് നമ്മളത് അവിടെ നിർത്തി കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു, ഒന്ന് അന്വേഷണം എന്താണെന്നുള്ളത്. അപ്പോൾ അവരവരുടെ ഡീറ്റെയിൽസ് ഒന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അവരും ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ പിന്നെ അദ്ദേഹത്തെ ഇന്നലെ 5-ാം തീയതി നമ്മൾ രാവിലെ തന്നെ സ്നേഹതീരത്തുള്ള സിദ്ദിഖ് ഭായും പിന്നെ നമ്മളെ സബീർ കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വണ്ടിയായിട്ട് പോയി അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ സ്നേഹതീരത്താണുള്ളത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.